കഥ പാതി വഴിയിൽ പാർട്ട് 13. അവതരണം ഷെറിനൗഷ. നീ ആവശ്യമില്ലാതെ ടെൻഷൻ ആവല്ലേ. ഇപ്പോൾ പണ്ടത്തെ പോലെയാണോ? ഇനി അങ്ങോട്ട് എന്നും നീ എൻ്റേത് തന്നെയല്ലേ? അവൻ പ്രണയത്തോടെ പൂജയെ കെട്ടിപ്പുണർന്ന് കവളിലൊരു മുത്തം നൽകി. പൂജയുടെ അലക്സിയോടുള്ള എല്ലാ പിണക്കവും പരിഭവവും അലിഞ്ഞില്ലാതായി. അലക്സി കൃത്യം 10 മണിക്ക് തന്നെ ഓഫീസിൽ കയറി ചെന്നിരുന്നു. അയാൾ ധൃതിയിൽ ചെയ്യാനുള്ള വർക്കുകളെല്ലാം ചെയ്തു തീർത്തു. ഇടയ്ക്കിടെ അയാൾ ഗ്ലാസിനപ്പുറം അഭിരാമി വന്ന് കയറുന്നുണ്ടോ എന്നും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഭരതൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. എൻ്റെ അലക്സി, എന്തൊക്കെ വർണ്ണനയായിരുന്നു തൻ്റെ വായിൽ അവളെക്കുറിച്ച്. എന്തേ, അവൾ ഒരു ദിവസം കൊണ്ട് ആവിയായിപ്പോയോ? അയാൾ പരിഹാസത്തോടെ അലക്സിയെ നോക്കി. അറിയില്ലടാ, ലീവ് എഴുതി തരാതെ ഇവിടെ ആരും ലീവ് എടുക്കാറില്ലല്ലോ. ഈ റൂൾസ് ഒന്നും അവൾക്കറിയില്ലേ? ഭരതൻ അവിടെ വിട്ട് പുറത്തേക്ക് തന്നെ പോയി. അല്പസമയം കൂടി കഴിഞ്ഞതും ഓഫീസിൻ്റെ ഗ്ലാസ് ഡോർ തുറന്ന് അഭിരാമി അകത്തേക്ക് ഓടിക്കിതച്ച് കയറി വന്നു. രജിസ്റ്റർ പുസ്തകത്തിൽ സൈൻ ചെയ്യാതെ വർക്ക് തുടങ്ങാൻ കഴിയില്ലല്ലോ. അവൾ സമയം വൈകിയപ്പോൾ രജിസ്റ്റർ പുസ്തകം അലക്സിയുടെ റൂമിലേക്ക് എടുത്തുകൊണ്ടുപോയിരുന്നു. അവൾ ആശങ്കയോടെ പതിയെ അലക്സിയുടെ മുറിയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഭരതൻ അവൻ്റെ റൂമിൽ നിന്നും ഒന്നെത്തി നോക്കി. ഒരു മിന്നായം പോലെ അഭിരാമിയെ അവൻ കണ്ടു. സുന്ദരി, അതിസുന്ദരി. അലക്സി പറഞ്ഞത് സത്യമാണ്. അവൾ അകത്തേക്ക് കയറി വന്നതും അലക്സി ആകെ അമ്പരന്നു പോയി. സമയം 11 കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്കൂർ ലേറ്റ്. സർ, ഞാൻ കുറച്ച് വൈകിപ്പോയി. അവൾ അയാളെ ദയനീയ ഭാവത്തിൽ നോക്കിക്കൊണ്ട് രജിസ്റ്ററിൽ സൈൻ ചെയ്യാൻ തുടങ്ങി. അലക്സി അവളെ സൂക്ഷിച്ചൊന്ന് നോക്കി. എന്താണ് അഭിരാമി, ജോയിൻ ചെയ്തിട്ട് 2 ദിവസം ആയിട്ടുള്ളൂ. എന്നാൽ താൻ വാച്ചിലേക്കൊന്ന് നോക്കിക്കേ. 1 മണിക്കൂർ ലേറ്റ്. താൻ എന്നെ മണ്ടനാക്കുകയാണോ? അവൻ അല്പം കനപ്പിച്ചൊന്ന് അവളെ നോക്കി. അവളുടെ കണ്ണുകൾ ചുവന്നു കലങ്ങിയിരുന്നു. സാർ, എന്നോട് ഒച്ച വയ്ക്കരുത്. എന്നെ ദേഷ്യം പിടിക്കരുത്. ഞാനിവിടെ 10 മണിക്ക് മുമ്പ് തന്നെ എത്തേണ്ടതായിരുന്നു. അതിന് കണക്ക് കൂട്ടി ഞാൻ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങിയതാ. പക്ഷേ വരുന്ന വഴിയിൽ എൻ്റെ സ്കൂട്ടിയൊന്ന് മറിഞ്ഞു. ചെറിയൊരു ആക്സിഡൻറ്റ്. ഞാൻ മറിഞ്ഞ് വീണുപോയി. അഭിരാമിയുടെ ശബ്ദം ഇടറിയിരുന്നു. അഭിരാമി, കുട്ടി കരയണ്ട. എന്നിട്ട് തനിക്ക് വല്ലതും പറ്റിയോ? അലക്സി അവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. പറ്റി സാറേ, എൻ്റെ കാല് ചെറുതായൊന്ന് മുറിഞ്ഞു. ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് മുറിവ് ഡ്രസ്സ് ചെയ്തു. ഇഞ്ചക്ഷൻ അടിക്കണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വരാൻ വൈകിയത്. അവൾ ഇടതുകാൽ അല്പം ഡ്രസ്സ് നീക്കി അലക്സിയെ കാണിച്ചു. കാലിൽ മുറിവ് ഡ്രസ്സ് ചെയ്ത് കെട്ടിവച്ചിരിക്കുന്നത് അവൻ കണ്ടു. വെളുത്തു തൊടുത്ത കാലിൽ ഭംഗിയുള്ള പാദസരം. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരാവേശമുയർന്നു. പതിയെ അലക്സി ആ മുറിയിലേക്ക് തൊടാൻ വേണ്ടി കൈകൾ ഉയർത്തി. അഭിരാമി അത് കണ്ടതും അവിടെ നിന്നും അല്പം മാറി നിന്നു. സാർ, കൈകൾ റോഡിലൊന്ന് തട്ടിയിരുന്നു. എനിക്ക് നല്ല വേദനയുണ്ട്. ഡോക്ടർ അവിടുന്ന് മരുന്ന് തന്നു. ഇന്നലെ വന്ന് ജോയിൻ ചെയ്തതല്ലേ. ഇന്ന് തന്നെ ലീവ് എടുക്കണ്ടെന്ന് കരുതിയിട്ടാ വൈകിട്ടും ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിപ്പോൾ അബദ്ധമായി എന്നാ തോന്നുന്നത്. സാറിനെ വഴക്ക് പറയല്ലേ. അവൾ സങ്കടത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അലക്സിക്ക് അവളോട് വല്ലാത്തൊരിഷ്ടം തോന്നി. തൻ്റെ സ്വന്തക്കാരി എന്ന മട്ടിലാണ് അവൾ തന്നോട് പരിഭവം പറയുന്നത്. ആ സംസാരത്തിലെ കൊഞ്ചലും കണ്ണുകളിലെ കുസൃതിയും തന്നെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. സാരമില്ല അഭിരാമി, ഞാനിതൊന്നും അറിഞ്ഞതല്ല. ഇത്രയൊക്കെ വേദനയുള്ള കൈയും കാലും വെച്ച് താൻ എന്തിനാ ഇന്ന് ഓഫീസിൽ വന്നത്? താൻ ഇന്ന് ലീവ് എടുക്കുന്നതാ നല്ലത്. വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തോളൂ. അഭിരാമി ഒന്നും പറയാതെ അവിടെ തന്നെ നിന്നു. ഇതേ സമയം ഭരതൻ റൂമിന് വെളിയിൽ നിൽക്കുകയായിരുന്നു. ഇവനെന്താ ഇത്ര സമയമായിട്ടും ആ പെണ്ണിനെ പുറത്തേക്ക് വിടാത്തത്? ഇനിയിപ്പോൾ അവൻ ഇത്ര പെട്ടെന്ന് അവളെ വളച്ചെടുത്തോ? അയാൾ പതിയെ ഡോറിൻ്റെ വിടവിലൂടെ അകത്തേക്ക് എത്തി നോക്കി. അഭിരാമി, ഈ മുറിവും വെച്ച് എന്തായാലും നീ സ്കൂട്ടിയിൽ തിരിച്ചു പോവണ്ട. തന്നെ ഞാൻ എൻ്റെ വണ്ടിയിൽ വീട്ടിൽ കൊണ്ടുവിടാം. വരൂ. അവൻ അഭിരാമിയുടെ ഒപ്പം പുറത്തേക്ക് നടന്നു. അഭിരാമി വയ്യാത്ത കാലും വച്ച് നടക്കാൻ തുടങ്ങിയതും അവൾ കാൽ തെറ്റി മുന്നോട്ട് വീഴാൻ തുടങ്ങി. അലക്സി തിരിഞ്ഞപ്പോൾ അവൾ വീഴാൻ പോകുന്നതാണ് കണ്ടത്. അവൻ പെട്ടെന്നവളെ കൈകളിലേക്ക് താങ്ങിയെടുത്തു. ആ മൃദുലമേനിയിൽ അവൻ മുറുക്കെ പിടിച്ചു. അവരുടെ കണ്ണുകൾ തമ്മിലുടക്കി. അലക്സിയുടെ കണ്ണുകളിൽ പ്രണയത്തിൻ്റെ തിരി തെളിഞ്ഞു. പുറത്തത് കണ്ടു നിന്ന ഭരതൻ്റെ ഉള്ളം വിങ്ങിപ്പൊട്ടി. ഈ ദ്രോഹി ഇത്ര പെട്ടെന്ന് എങ്ങനെ ആ പെണ്ണിനെ വളച്ചത്?
തന്നെ കൂട്ടാതെ അവൻ സ്വയം ആഘോഷിക്കുകയാണ്. ഭരതൻ്റെ മുഖം വളഞ്ഞുകൂടി. അഭിരാമി പെട്ടെന്ന് അവൻ്റെ കൈകൾ മാറ്റി നേരെ നിന്നു. സാറിന് ബുദ്ധിമുട്ടാവില്ലേ? ഇവിടെ വർക്കുള്ളപ്പോൾ എൻ്റെ കൂടെ വന്നാൽ വെറുതെ സാറിൻ്റെ സമയം വേസ്റ്റ് ആവും. ഞാൻ തനിയെ പൊയ്ക്കോളാം. അവൾ അവനെ തടഞ്ഞു. വേണ്ട അഭിരാമി, എനിക്കിപ്പോൾ തിരക്കൊന്നുമില്ല. അവർ നടന്നു ചെന്ന് ഡോർ തുറന്നു. ഭരതൻ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നു. ആ ഭരത, താൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ സ്റ്റാഫ്. ഇവൾക്ക് തീരെ വയ്യ. ഞാൻ ഇവളെ ഒന്ന് വീട്ടിൽ വിട്ടിട്ട് വരാം. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ താൻ എന്നെ വിളിക്കണം. അലക്സി ഭരതനെ എല്ലാം പറഞ്ഞേൽപ്പിച്ച് അഭിരാമിക്കൊപ്പം പുറത്തേക്ക് നടന്നു. അവർ രണ്ടുപേരും നടന്നു ചെന്ന് കാറിലേക്ക് കയറി. അപ്പോഴാണ് അലക്സിയുടെ നമ്പറിലേക്ക് ഒരു കോൾ വന്നത്. അത് പൂജയായിരുന്നു. അലക്സി, താൻ ഓഫീസിലാണോ? അവൾ കോൾ അറ്റൻഡ് ചെയ്തതും ചോദിച്ചു. അതെ, ഞാൻ ഓഫീസിലാണുള്ളത്. അലക്സി സംസാരിച്ചു കൊണ്ട് തന്നെ കാർ ഓടിക്കാൻ തുടങ്ങി. താൻ ഇന്ന് ഓഫീസിൽ നിന്നും കുറച്ച് നേരത്തെ വരാവോ? എനിക്ക് തീരെ വയ്യായിരുന്നു. ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്ക് തൻ്റെ കൂടെ പുറത്തൊക്കെ ഒന്ന് പോകണം. നമുക്ക് ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാം. അവൾ സ്നേഹത്തോടെ അലക്സിയോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അലക്സി അരികിലുള്ള അഭിരാമിയെ നോക്കി. ഇവളോട് ക്ലോസ് ആവാനുള്ള ഒരവസരമാണിത്. ഇത് നഷ്ടപ്പെടുത്തിയാൽ പറ്റില്ല. തൽക്കാലം പൂജയെ എന്തെങ്കിലും പറഞ്ഞൊഴിവാക്കണം. താൻ ടെൻഷൻ ആവാതിരിക്കും പൂജ. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഞാൻ ഇന്നത്തെ ദിവസം കുറച്ച് തിരക്കിലാണ്. തൽക്കാലം നീ പറഞ്ഞ കാര്യം നമുക്ക് നാളെ നോക്കാം. ഇപ്പോൾ ഞാൻ തിരക്കില്ല. നീ ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്തോളൂ. അതാണ് നല്ലത്. അത്രയും പറഞ്ഞ് അലക്സി പൂജയുടെ കോൾ കട്ട് ചെയ്തു. ഇനിയും അവൾ വിളിക്കുമോ എന്ന് തോന്നിയ അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വച്ചു. ആരാണ് സാറിനെ വിളിച്ചത്? വൈഫാണോ? അഭിരാമി അലക്സിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, ഭാര്യ എന്നെ വിളിക്കാറില്ല. അത് അമ്മയായിരുന്നു. അവൻ അഭിരാമിയോട് കള്ളം പറഞ്ഞു. ഞാനും അവളും തമ്മിൽ പിരിയാൻ പോവാ. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്ക് അവളോട് ഒത്തുപോകാൻ കഴിയുന്നില്ല. താരയ്ക്ക് എപ്പോഴും പിടിവാശിയാണ്. അവൾക്ക് മറ്റാരുടെ കാര്യത്തിലും ഒരു ടെൻഷനും ഇല്ല. അലക്സി സങ്കടം അഭിനയിച്ചു. അഭിരാമി അവൻ്റെ ഷോൾഡറിൽ തട്ടി അവനെ സമാധാനിപ്പിച്ചു. സാരമില്ല സാർ, ഞാനിതൊന്നും അറിയാതെ ചോദിച്ചു പോയതാ. ടൗണിലെ ബുക്ക് സ്റ്റാളിന് മുൻപിലെത്തിയതും അഭിരാമി അലക്സിയോട് വണ്ടി നിർത്താൻ പറഞ്ഞു. സാർ, ഇവിടെ വരെ മതി. വീട്ടിലേക്ക് സാറ് വരണ്ട. മമ്മിയും ഡാഡിയൊക്കെ കണ്ട വലിയ പ്രശ്നമാവും. അവൾ സൗകര്യപൂർവ്വം അലക്സിയെ ഒഴിവാക്കാൻ ശ്രമിച്ചു. പാതി വഴിയിൽ കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്.